Hello students, welcome to Masterminds Education online classes. So നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ 14 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ 14 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു സെക്ഷൻ എയിലുള്ള. ദെൻ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് 15th ക്വസ്റ്റ്യൻ ആണ്. ഇതിലുമുണ്ട് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് പാർട്ട് എന്താണ്? Which of the following is a vector quantity? Actually ഇവിടെ ക്വാളിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി വേണ്ടത് ക്വാണ്ടിറ്റി എന്നാണ് കേട്ടോ. വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് പറയുക. ഓക്കെ, ഇതിൽ ഈ തന്ന 4 ഓപ്ഷൻസിൽ ഏതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നാണ് നോക്കേണ്ടത്. ഇതിന് മുന്നേ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താ നോക്കാം. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? Are those quantities which have both direction as well as magnitude. Vector quantity എന്ന് പറയുന്നത് direction and magnitude ഉള്ള ക്വാണ്ടിറ്റീസിനെ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന്. ഓക്കെ, അതായത് ഇറ്റ്സ് എ ക്വാണ്ടിറ്റി, അതിന് എന്തുണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡയറക്ഷൻ ഉണ്ടായിരിക്കും. ഇനി വേറൊരു ക്വാണ്ടിറ്റിയാണ് സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ scalar quantity only magnitude. അതായത് വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷനും ഉണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. പക്ഷേ സ്കേലാർ ക്വാണ്ടിറ്റിക്ക് എന്തേ ഉണ്ടാവുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നോക്കിക്കേ, ഇവിടെ മാസ് തന്നിട്ടുണ്ട്, ഫോഴ്സ്, ടൈം ആൻഡ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ മാസ് എന്തായിരിക്കും? മാസിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ലേ ഉണ്ടായിരിക്കുള്ളൂ, ഡയറക്ഷൻ ഉണ്ടായിരിക്കുമോ? ഇല്ലല്ലോ. മാസ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ പറയുള്ളൂ. ഏത് ഡയറക്ഷനിലാണ് മാസ് ആവുന്നതെന്നൊന്നും പറയില്ലല്ലോ. മാസിന് എന്താണ്? മാസിന് ഡയറക്ഷൻ ഇല്ല, ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. നോക്കിക്കേ, മാസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തത് ഫോഴ്സ് ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? പിന്നെ നമ്മൾ പറയും ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെയല്ലേ നമ്മൾ പറയാം. ഫോഴ്സ് ഒരു ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ എന്തായിരിക്കും? ഫോഴ്സിന് എന്തായിരിക്കും? ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഫോഴ്സിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. സോ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതായിരിക്കും വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഫോഴ്സ് ആണ് അല്ലേ? ഇനി അടുത്തത് ടൈം ഉണ്ട്. ടൈമിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ ടൈം എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അതേപോലെ തന്നെയാണ് ലെങ്ത്തും. ലെങ്ത്തിന് എന്താണ്? ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. സോ ലെങ്ത്ത് എന്താണ്? സ്കേലാർ ആണ്. സോ ഈ 4 ഓപ്ഷൻസിൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഫോഴ്സ് മാത്രമേ ഉള്ളൂ. നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? സ്കേലാർ ക്വാണ്ടിറ്റി എന്താണ്, വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണെന്ന് മനസ്സിലായില്ലേ? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈസ് ഇൻ O Z dash Y Z octant. അതായത് O Z dash Y Z octant എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ലൈ ചെയ്യുന്ന കോർഡിനേറ്റ് ഇതിൽ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചു. കോർഡിനേറ്റ് ആക്സിസിന്, അതായത് ആ പ്ലെയിനിനെ നമ്മൾ 4 ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിനെ 4 ക്വാഡ്രൻ്റ്, ഫസ്റ്റ് ക്വാഡ്രൻ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. XY പ്ലെയിൻ ആണെങ്കിൽ 4 ക്വാഡ്രൻ്റ് ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യും അല്ലേ? കോർഡിനേറ്റ് ജോമെട്രിയിൽ ഓർമ്മല്ലേ? അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും? X ആൻഡ് Y, അതായത് 2 കോർഡിനേറ്റ്സേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? XY എന്നുള്ള പ്ലെയിൻ ഉണ്ടെങ്കിൽ 1 2 3 4 4 ക്വാഡ്രൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ലേ? അങ്ങനെ 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ XY Z പ്ലെയിൻ ഉണ്ടാവും, 3 പ്ലെയിൻ ഉണ്ട്. സോ അതിന് നമ്മൾ ആ സ്പേസിന് നമ്മൾ എന്ത് ചെയ്യും? divided into 8 octants by the coordinate planes. അതായത് നമ്മൾ അതിനെ 3 dimensional ജോമെട്രിയിൽ സ്പേസിനെ നമ്മൾ 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 8 പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ഇത് ഒക്ടൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത്
3 ഡയമെൻഷൻ ജോമെട്രിയിൽ വരുമ്പോൾ ഫസ്റ്റ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ടാവും, പിന്നെ വൈ സെഡ് എന്ന് പറഞ്ഞൊരു പ്ലെയിൻ ഉണ്ടാവും, സെഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയിൻ ഉണ്ടാവും. ഒരു 3 പ്ലെയിന് കൂടിയിട്ടാണ് എന്തുണ്ടാവുക, ഒരു 3 ഡയമെൻഷൻ ജോമെട്രി 3 ഡയമെൻഷണൽ സ്പേസ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ സ്പേസിനെ നമ്മൾ 8 പാർട്ടായിട്ട് അല്ലെങ്കിൽ 8 ഒക്ടൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 8 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്, ഒക്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലുള്ള കോർഡിനേറ്റ് പ്ലെയിൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് ഒ എക്സ് വൈ ഇസഡ് ആണ്. സെക്കൻഡ് പ്ലെയിൻ ഒ എക്സ് ഡാഷ് വൈ സെഡ്. അതായത് ഇവിടെ എക്സ് വൈ സെഡ് എന്തായിരിക്കും, പോസിറ്റീവ് പ്ലെയിൻ ആയിരിക്കും. എല്ലാ വാല്യൂസും പോസിറ്റീവ് ആയിരിക്കും, എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും. ഇവിടെ എക്സ് ഡാഷ് എന്ന് വന്നിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ എക്സ് കോംപ്ലിമെൻറ്റ്. അപ്പോൾ എന്താണ് പറയുക, എക്സിൻ്റെ വാല്യൂ അവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇത് ഒ എക്സ് ഡാഷ് വൈ ഇസഡ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ 3ഉം പോസിറ്റീവാണ്, എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ പോസിറ്റീവാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇവിടെ വൈ ഡാഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ്, എക്സും സെഡും പോസിറ്റീവാണ്, വൈ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇവിടെ ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് അല്ലെങ്കിൽ ഡാഷ് എന്ന് വരുന്നതിനാണ് എന്ത് വരിക, നെഗറ്റീവ് വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ ഒ എക്സ് വൈ ഡാഷ് ഇസഡ്, അപ്പോൾ വൈ ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് വൈ ആക്സിസിലായിരിക്കും ഉണ്ടായിരിക്കാം. ദെൻ അടുത്തത് എന്താണ്, ഒ എക്സ് വൈ ഇസഡ് ഡാഷ്. ഇവിടെ ഇസഡ് ഡാഷ് ആണ്, സോ ഇസഡിൻ്റെ വാല്യൂ ആയിരിക്കും നെഗറ്റീവ്. പിന്നെ ഒ എക്സ് വൈ ഡാഷ് ഇസഡ് ഡാഷ്. അപ്പോൾ ഈ 2 പോയിന്റും കിടക്കുന്നത് എവിടെയാണ്, നെഗറ്റീവ് വൈ ആൻഡ് സെഡ് ആക്സിസിലായിരിക്കും, അല്ലെങ്കിൽ ആക്സിസിലല്ല ആ പ്ലെയിനിലായിരിക്കും. ഓക്കെ, ഇവിടെ വൈൻ്റെയും ഇസഡിൻ്റെയും വാല്യൂ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ് ആണ്. അപ്പോൾ അവിടെ എന്താണ്, എക്സിൻ്റെയും സെഡിൻ്റെയും വാല്യൂ ആയിരിക്കും നെഗറ്റീവ് വരിക. ഇവിടെ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ്, അവിടെ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ്. അപ്പോൾ ആ 3 കോർഡിനേറ്റ്സ് എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക, നെഗറ്റീവ് എക്സ് വൈ സെഡ് ആക്സിസ് പ്ലെയിൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇത് കോർഡിനേറ്റ്സ് ഇൻ ദീസ് ഒക്ടൻസ് ആർ, അതായത് 8 ഒക്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതായത് നമ്മൾ ആ സ്പേസിനെ 8 ഒക്ടൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൻ്റെ നമ്മൾ നെയിം ചെയ്യുന്നതാണ് ഇത് ഒ എക്സ് വൈ ഇസഡ്, ഒ എക്സ് ഡാഷ് വൈ ഇസഡ്, ഒ എക്സ് വൈ ഡാഷ് ഇസഡ് എന്ന് പറഞ്ഞിട്ട് 8 ഇതാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 8 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടില്ലേ, ആ ഒക്ടൻസിനെ നെയിം ചെയ്യുന്നതാണ് ഇത്. ഇനി നോക്കിക്കേ, അവിടെയുള്ള ആ ഒക്ടൻസിലുള്ള കോർഡിനേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒ എക്സ് വൈ ഇസഡിലുള്ള കോർഡിനേറ്റ് ആണ് ഇത് എ ബി സി. ഓക്കെ, ദെൻ ഒ എക്സ് ഡാഷ് വൈ ഇസഡിലുള്ള കോർഡിനേറ്റ് ആണ് എന്ത്, ഈ പ്ലെയിനിലുള്ള അല്ലെങ്കിൽ ആ ഒക്ടൻറ്റിലുള്ള കോർഡിനേറ്റ് ആണ് എന്ത്, മൈനസ് എ ബി സി. അതായത് എൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആയിരിക്കും അല്ലേ, വൈയും സിയും ഇസഡും പോസിറ്റീവ് ആയിരിക്കും, എക്സ് ഡാഷ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും എൻ്റെ വരിക. ദെൻ ഇവിടെ ഒ എക്സ് വൈ ഡാഷ് ഇസഡ്, ഇവിടെ എന്തായിരിക്കും, ബി ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് എക്സ് ആക്സിസിലുള്ള കോർഡിനേറ്റ്, ബി വൈ ആക്സിസിലുള്ളത്, സെഡ് സി എന്ന് പറയുന്നത് സെഡ് ആക്സിസിലുള്ളത്. സോ ഇവിടെ എന്തായിരിക്കും, ബി ആയിരിക്കും നെഗറ്റീവ് വരിക. ഇനി ഇവിടെ ഇസഡ് ഡാഷ് ആണ്, സോ സി ആയിരിക്കും നെഗറ്റീവ് വരിക, നെഗറ്റീവ് വാല്യൂ. ദെൻ ഇവിടെ വൈ ആൻഡ് ഇസഡ് ഡാഷ് ആണുള്ളത്, അപ്പോൾ എ മൈനസ് ബി മൈനസ് സി. ദെൻ ഇവിടെ എന്താണ്, ഒ എക്സ് ഡാഷ് വൈ ഇസഡ് ഡാഷ്, അവിടെ എ എക്സും ഇസഡും ആണ്, സോ മൈനസ് എ ബി മൈനസ് സി വരും. ദെൻ ഇവിടെ നോക്കിക്കേ, എക്സ് ഡാഷ് വൈ ഇസഡ്, അതായത് മൈനസ് എ മൈനസ് ബി സി. ദെൻ ലാസ്റ്റത്തത് എന്താണ്, എക്സ് ഡാഷ് വൈ സെഡ് വൈ ഡാഷ് ഇസഡ് ഡാഷ്. അപ്പോൾ 3 എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും, ദാറ്റ് ഈസ് മൈനസ് എ മൈനസ് ബി മൈനസ് സി അല്ലേ. അപ്പോൾ നമ്മൾക്ക് തന്ന ക്വസ്റ്റ്യൻ എന്താണ്, ആ 4 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷനിൽ 4 കോർഡിനേറ്റ്സ് ഉണ്ട്. അതിൽ ഏത് കോർഡിനേറ്റ് ആണ് നമ്മൾ ഒ എക്സ് ഡാഷ് വൈ ഇസഡ് എന്ന് പറഞ്ഞ ഒക്ടൻറ്റിൽ ലൈ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഒ എക്സ് ഡാഷ് വൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വാല്യൂ ആയിരിക്കും നെഗറ്റീവ് വരിക, എക്സിൻ്റെ വാല്യൂ ആയിരിക്കും നെഗറ്റീവ് വരിക. അപ്പോൾ നമുക്ക് തന്ന ഇതെന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻസ് എന്താണ്, എല്ലാം 4 2 5 തന്നെയാണ് അല്ലേ, മൈനസിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഒ എക്സ് ഡാഷ് വൈ ഇസഡ്, ഇവിടെ ഏതിൻ്റെ വാല്യൂ നെഗറ്റീവ് വരിക,
ഇസഡിൻ്റെ വാല്യൂ ആണ് നെഗറ്റീവ് വരിക അല്ലേ. അപ്പോൾ നമ്മൾക്ക് നോക്കുമ്പോൾ എല്ലാം എന്താണ്, എല്ലാ കോർഡിനേറ്റ്സും എന്താണ് 4, 2, 5 ആണുള്ളത്. മൈനസിൻ്റെ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സ് മൈനസ് ആയിരിക്കും, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. സോ എന്ത് വരും, 4 എന്താവും, -4 ആവും. വൈയും ഇസഡും എന്താണ്, പോസിറ്റീവാണ്. സോ -4 to 5 ആണ് നമ്മളെ കോർഡിനേറ്റ് വരിക. ഓക്കെ, അതായത് O x dash y z octant എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ്സ് ആർ -ABC ആണ്. സോ -4 to 5 ആണ് എന്ത്, നമ്മൾ ഈ ഒക്ടന്റിൽ ലൈ ചെയ്യുന്ന കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് മനസ്സിലായോ എങ്ങനെയാണ് ഇത് എഴുതിയത്? ഇന്ന് കോർഡിനേറ്റ്സും 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ സ്പേസിനെ നമ്മൾ 8 ഒക്ടൻ്റായിട്ട് 8 പാർട്ടായി ഡിവൈഡ് ചെയ്തു. അതിന് പറയുന്ന പേരാണ് ഒക്ടൻ്റ് എന്ന്. ദെൻ ആ ഒക്ടൻസിലുള്ള കോർഡിനേറ്റ്സ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ? ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, കാരണം നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 16th ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടും ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ്സ് 3, 5, -1 ആൻഡ് 9, 2, -4 ഈസ്. അതായത് 2 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് 3, 5, -1, സെക്കൻഡ് പോയിന്റ് 9, 2, -4. ഈ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? The distance PQ between 2 points, P ന്റെ കോർഡിനേറ്റ് x1, y1, z1 and Q എന്ന് പറയുന്നത് എന്താണ്, x2, y2, z2 is given by PQ equal to, PQ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ്, P രണ്ട് പോയിന്റ് P ആൻഡ് Q അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞത്. സോ എങ്ങനെ ചെയ്യാം? സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 - z1 ഹോൾ സ്ക്വയർ. അതായത് x2 മൈനസ് ഈ x2 കോർഡിനേറ്റിന് x1 കോർഡിനേറ്റ് മൈനസ് ചെയ്തിട്ട് ഹോൾ സ്ക്വയർ ചെയ്യാം, y2 - y1 ഹോൾ സ്ക്വയർ, അതുപോലെ തന്നെ z2 - z2 ഹോൾ സ്ക്വയർ, എന്നിട്ട് അതിന് സ്ക്വയർ എടുക്കുക. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ഇവിടെ x1 എന്ന് പറയുന്നത് എന്താണ്? x1, y1, z1 ആണ് എന്ത്? 3, 5, -1. അതുപോലെ തന്നെ x2, y2, z2 ആണ് 9, 2, -4 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഈ വാല്യൂസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 9 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 2 - 5 ഹോൾ സ്ക്വയർ പ്ലസ് -4 -1 എന്നുണ്ട്, -4 -1 ഹോൾ സ്ക്വയർ. അപ്പോൾ 9 - 3 എന്ത് കിട്ടി? 6 സ്ക്വയർ. ദെൻ ഇവിടെ 2 - 5 -3 ഹോൾ സ്ക്വയർ പ്ലസ് -4 ഈ മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലേ? 4 -1 ആണ്. അപ്പോൾ മൈനസും പ്ലസ് ആകുമ്പോൾ എന്ത് വരും? -3 ഹോൾ സ്ക്വയർ എന്ന് തന്നെ വരും. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 36 + 9 + 9. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 54 എന്ന് കിട്ടും. 54 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 9 എന്ന് എഴുതാം. അപ്പോൾ ഈ 9 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയർ റൂട്ടാണ്? 3ൻ്റെ സ്ക്വയർ റൂട്ടാണ്. സോ നമുക്ക് എന്ത് കിട്ടി? 3√6 യൂണിറ്റ്സ് എന്ന് കിട്ടി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് P ആൻഡ് Q എന്താണ് നമുക്ക് കിട്ടുന്നത്? 3√6 ആണ് ആൻസർ. അപ്പോൾ 3√6 എവിടെ കിട്ടുന്നത്? ഓപ്ഷൻ ഡിയിലാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി അല്ലേ 3√6 എന്ന് വരുന്നത്? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓപ്ഷൻ സി ആണ് തോന്നുന്നു പറഞ്ഞത്, പക്ഷേ 2√6 അല്ല 3√6 ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇഫ് ദ പോയിന്റ് P ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് A 2 - 5 2 and B -3 5 2 internally in the ratio 1:4, then the coordinates of the point P are. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ 2-3 ക്വസ്റ്റ്യൻ മുന്നേ. ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ എന്തായിരുന്നു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് കാണാനുള്ളൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു അപ്ലിക്കേഷൻ ലെവൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഇഫ് ദ പോയിന്റ് P ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് A B എന്ന് പറഞ്ഞ 2 ലൈൻ സെഗ്മെന്റ് ചെയ്യുന്നു, അത് 2 പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതിന് എന്താണ്? P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് A B.
2 പോയിന്റ് ആണ്. ഈ 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇതിനെ പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്, എക്സ്റ്റേണലി അല്ല, ഇന്റേണലി. എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ്? ഇന്റേണലി ഡിവൈഡ് ചെയ്യുകയാണ്. ഇൻ ദ റേഷ്യോ L:m അല്ലെങ്കിൽ M1:M2 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 1:4 റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്? ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് ഒരു ലൈൻ സെഗ്മെന്റിനെ ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 1:4 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? 2 ലൈൻ സെഗ്മെന്റ് ഉണ്ട് എ ബി. ആ ലൈൻ സെഗ്മെന്റിന് രണ്ട് പോയിന്റ്സ് ഉണ്ട് എ ബി. ആ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നു. ഇന്റേണലി ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റേഷ്യോ 1:4. ഓക്കെ, 1:4 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പിന്റെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പൊ നോക്കിക്കേ, ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് 2 പോയിന്റ്സ് P എന്ന് പറയുന്നത് x1 y1 z1 and q x2 y2 z2 in the ratio L:m. then internally ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റ് P കാണാനുള്ള ഫോർമുലയാണത്. ഓക്കെ, ഇന്റേണലി ആണ് P എന്ന് പറഞ്ഞ പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് റേഷ്യോ L:m ആണെങ്കിൽ അതിൻ്റെ ആ പിന്റെ കോർഡിനേറ്റ്സ് കാണാനുള്ള ഫോർമുലയാണ് Lx2 plus mx1 by L+m, Ly2 plus my1 by L+m, Lz2 plus mz1 by L+m. അതായത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു പഠിച്ചത്? കോർഡിനേറ്റ് ജോമെട്രിയിൽ എങ്ങനെയാണ് വന്നത്? mx2 അതായത് m1 x2 plus m2 x1 by m1 plus m2, m1 y2 plus m2 y1 by m1 plus m2, m1 z2 plus m2 z1 divided by m1 plus m2. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ റേഷ്യോ വ്യത്യാസമുണ്ട്. ഇവിടെ എന്തായിരുന്നു റേഷ്യോ വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ ഇവിടെ L:m എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്തത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ എങ്ങനെ ഡിനോട്ട് ചെയ്തത്? m1:m2 എന്നാണ് ഡിനോട്ട് ചെയ്തത് അല്ലേ? ഇവിടെ L:m1 ആണ്, ഇവിടെ m1:m2 ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ സെയിം ഫോർമുല തന്നെയാണ്. അപ്പോൾ m1 m2ന്റെ വാല്യൂ ഇവിടെ എന്താണ്? L1 L ആൻഡ് m ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതായത് x1 x2 y1 y2 z1 z2 തന്നിട്ടുണ്ട്. റേഷ്യോ തന്നിട്ടുണ്ട് 1:4 എന്ന്. ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 × -3 അതായത് 1 × -3 plus 4 × 2 by 1 plus 4, 1 × 5 plus 4 × -5 by 1 plus 4, 1 × 2 plus 4 × 2 by 1 plus 4. ഇനി ഇതിനെ സം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 plus 8 by 5, 5 minus 20 by 5, 2 plus 8 by 5. അപ്പോൾ ഇവിടെ എന്ത് വരും? -3 plus 8 5 വരും. 5 by 5 1 ആണ് അല്ലേ? അടുത്തത് എന്താണ്? 5 minus 20. 5 minus 20 എന്ന് പറയുന്നത് എന്താണ്? -15 by 5 എന്ന് കിട്ടി. ദെൻ ഇവിടെ 2 plus 8 10 by 5. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 3 2. ഇതാണ് നമ്മൾ റിക്വയർഡ് എന്ത് പിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. പി ആണല്ലോ നമ്മൾ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ പിന്റെ കോർഡിനേറ്റ് ആണ് എന്ത്? 1 -3 2 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 1 -3 and 2. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു ഇവിടെ എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 15th അല്ലത് 16th ക്വസ്റ്റ്യനിൽ 2 പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡയറക്റ്റ് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തത് എന്തായിരുന്നു? ഒരു 2 പോയിന്റ്സ് ഉണ്ട്, അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റിന് പി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഡിവൈഡ് ചെയ്യും ഇന്റേണലി ഇൻ ദ റേഷ്യോ L:m1. അങ്ങനെയാണെങ്കിൽ ആ പിന്റെ കോർഡിനേറ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത്. ക്ലിയർ അല്ലേ? 2 ക്വസ്റ്റ്യനും മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യാന്ന്? ഡൗട്ടൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.